നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 11. അങ്ങനെ തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നേരിയതാണെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല ഈ മാസം 2-ാം തീയതി മുതൽ ഇത് തുടർച്ചയായി ഇത് 8ാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി 23,070-നും 23,550 എന്നീ ലെവലുകൾക്കും ഇടയിൽ നിന്നുകൊണ്ട് കൺസോളിഡേറ്റ് ചെയ്യുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. 4 ദിവസത്തിനുള്ളിൽ ഹോർമൂസിൽ വെച്ച് ഇന്ത്യയുടെ 3ാമത്തെ കപ്പലിന് നേരെയും ഇന്ന് ആക്രമണമുണ്ടായി. ഇവയെക്കുറിച്ചും കൂടാതെ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ കൺസോളിഡേഷന് ശേഷം നേരിയ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. നിഫ്റ്റിയിലും കൃത്യം 100 പോയിന്റുകളുടെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഇന്ന് ലഭ്യമാവുകയും ചെയ്തു. കൂടാതെ ഇന്നത്തെ ആദ്യ 5 മിനിറ്റ് ക്യാൻഡിലിൽ തന്നെ 23,100 എന്ന ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നെങ്കിലും 23,072 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് മാർക്കറ്റ് കരകയറുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി 23,327 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിടേണ്ടതായിട്ടും വന്നു. പിന്നീട് തുടർന്നങ്ങോട്ട് മാർക്കറ്റില് ഫോൾ തുടരുക തന്നെയാണ് ഉണ്ടായത്, അതിശക്തമായി തന്നെ. തൽഫലമായി 53 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 23,161 എന്ന ലെവലിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന്റെ ഇന്ന് വീക്ക്ലി എക്സ്പയറി ആയിരുന്നു എങ്കിലും 150 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 76 പോയിന്റുകളുടെ നേരിയ നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. NSയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 894 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2090 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ICICI ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50-ലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ ഇൻഫോസിസ്, HCL ടെക്, ട്രെൻഡ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ഇറ്റേണൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50-ലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. ബെഞ്ച്മാർക്ക് ഇൻഡസ്ട്രീസുകളെക്കാളും കുറച്ച് കൂടുതൽ ഇടിവ് ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്ക് നേരിടേണ്ടി വന്നു. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 0.5% നഷ്ടവും നേരിട്ടു. ഇന്നലെ നേട്ടത്തോടുകൂടി US ഡോളറിനെതിരെ ട്രേഡിംഗ് അവസാനിപ്പിച്ച ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് 32 പൈസയുടെ നഷ്ടത്തോടുകൂടി 95.58 എന്ന ലെവലിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. ഇന്ന് രാവിലെ നമ്മൾ പല മാധ്യമങ്ങളും വഴി അറിഞ്ഞിരിക്കും, കഴിഞ്ഞ ദിവസം ഹോർമൂസിൽ വെച്ച് യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ കപ്പലുകൾക്ക് മുകളിൽ US 2ാം തവണയും ആക്രമണം നടത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ നിലവിൽ യുഎസിന്റെ കോൺസുലേറ്റിന്റെ പ്രതിനിധി ഇന്ത്യയിൽ ഇല്ലാതിരിക്കുന്നതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥനെ ഇന്ന് വിളിച്ചു വരുത്തി യുഎസിന്റെ ഇന്ത്യൻ കപ്പലുകളുടെ മുകളിലുള്ള ആക്രമണത്തെക്കുറിച്ച് ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല ഇതിനെക്കുറിച്ച് ഇന്ത്യ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന കാഴ്ചകളും കാണുവാനായിട്ടും സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് വീണ്ടും ഇന്ത്യയുടെ മറ്റൊരു കപ്പലിന് മുകളിൽ യുഎസിന്റെ ഭാഗത്ത് നിന്നും ഹോർമൂസിൽ വെച്ച്, അതായത് ഒമാൻ തീരത്തിനടുത്ത് വെച്ച് ആക്രമണം നേരിടേണ്ടതായിട്ടും വന്നു. ഇതിനെ തുടർന്ന് ആദ്യം നമ്മൾ കണ്ട പോലെ തന്നെ അവസാന 4 ദിവസങ്ങൾ കൊണ്ട് ഇത് 3ാമത്തെ ഇന്ത്യൻ കപ്പലാണ് ഹോർമൂസിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നതും. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് ബാങ്കുകളുടെ ഭാഗത്ത് നിന്ന് NRIകൾക്കും അതുകൂടാതെ FCNR അഥവാ ഫോറിൻ കറൻസി നോൺ റെസിഡന്റുകളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ പലിശ നിരക്ക് 6% വരെ ഉയർത്തിക്കൊണ്ടുള്ള അനൗൺസ്മെന്റ് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ പല ബാങ്കുകളുടെയും ഈ ഒരു പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇന്ന് നിഫ്റ്റി ബാങ്കിന് നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചത്. മാത്രമല്ല ഈ ഒരു ന്യൂസ് പുറത്തു വന്ന ഉടനടി തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിന് ഇന്ന് ശക്തമായ നേട്ടം ഒരു ഘട്ടത്തിൽ കൈവരിക്കുവാൻ സാധിച്ചതും. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം കൈവരിക്കുവാൻ സാധിച്ച നേട്ടങ്ങളെയൊക്കെ ചോർന്നു പോയിക്കൊണ്ട് നേരിയതാണെങ്കിലും നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നും തുടർച്ചയായിട്ട് യുഎസിന്റെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ ദിവസം ഇറാൻ അവരുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന്റെ തിരിച്ചടിയായിട്ട് ഇറാന്റെ പല നഗരങ്ങളുടെ മുകളിലും ശക്തമായ ആക്രമണവും ബോംബിങ്ങും അഴിച്ചുവിടുക തന്നെയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് ഇറാന്റെ ഭാഗത്ത് നിന്നും യുഎസിന്റെ സഖ്യകക്ഷി രാഷ്ട്രങ്ങളുടെ ഇടയിലുള്ള US വ്യോമതാവളങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. എന്നാൽ പല ഗൾഫ് രാഷ്ട്രങ്ങൾക്കും ഇറാന്റെ ആക്രമണത്തെ ഒരു പരിധിവരെ തടയാനുമായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് വീണ്ടും US ഇറാൻ ടെൻഷൻസ് ശക്തമായ തോതിൽ ചൂടുപിടിക്കുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇതിനെയെല്ലാം തുടർന്ന് യുഎസിന്റെ പുതിയ ആക്രമണങ്ങൾ വെടിനിർത്തലിനെ പ്രായോഗികമായിട്ട് അർത്ഥശൂന്യമാക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്
ഇറാന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു. ഇതിനു പുറമെ ഇന്ന് സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയതിനാൽ അനുഭവപ്പെട്ട വോൾട്ടാലിറ്റിയും തുടർച്ചയായി ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർന്ന സെല്ലിങ്ങും ഇതിനെല്ലാം പുറമെ വീണ്ടും ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് യുഎസ് ഡോളറിനെതിരെ നേരിടേണ്ടി വന്ന ഇടിവും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. ടെക്നിക്കലായിട്ടുള്ള ഘടകങ്ങളും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പിന്തുണച്ചില്ല. എങ്കിലും ആകെ ആശ്വസിക്കാവുന്ന കാര്യം ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഏതാനും ആഴ്ചകളായിട്ടുള്ള ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലായ 23,100 എന്ന ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായത് ചെറിയൊരു ആശ്വാസം നൽകുന്നുമുണ്ട്. നാളെ അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. നിലവിലെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് എണ്ണയുടെ വിലയിൽ രാവിലെ 2% ഉയർച്ച അനുഭവപ്പെട്ടെങ്കിൽ കൂടിയിട്ടും പിന്നീട് എണ്ണയുടെ വിലയിൽ ശക്തമായ ഇടിവ് അനുഭവപ്പെട്ടു. നിലവിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില 0.93%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.67% ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $92.25 ക്രൂഡ് ഓയിലിന്റെ വില $89.38 എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ പ്രായോഗികമായിട്ട് 3% ഇടിവാണ് നിലവിൽ എണ്ണയുടെ വിലയിൽ അനുഭവപ്പെടുന്നതും. മാത്രമല്ല ഇന്ത്യ വിക്സിന് ഇന്നലെ നേരിയ തോതിൽ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തേണ്ടി വന്നെങ്കിലും ഇന്ന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി തന്നെ അഥവാ 0.13% നേരിയ ഇടിവോടുകൂടി ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ശക്തമായി രൂക്ഷമായത് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടങ്ങളൊക്കെ ചോർന്നു പോകുവാൻ ഇടയാക്കിയതും. എന്നാൽ എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഇടിവ് ഒരു പരിധിവരെയുള്ള ശക്തമായ ഇടിവിൽ നിന്നും നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുവാനും സഹായിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നുണ്ട്. 0.25% അഥവാ 379 പോയിന്റുകളുടെ നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.9%, ഫ്രാൻസ് മാർക്കറ്റ് 0.25% നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ജർമ്മൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് തുടരുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്നും ഇന്ന് മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. ഇന്ത്യ, ജപ്പാൻ, ഹോങ്കോങ്, തായ്വാൻ, ഇന്തോനേഷ്യ, ചൈന തുടങ്ങിയ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതേസമയം ഗോൾഡിന്റെ വില രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ നേരിയ ഉണർവ് അനുഭവപ്പെടുന്നുണ്ട്. $16 $488.75 per ഔൺസ് എന്ന നിലയിലേക്ക് ഗോൾഡിന്റെ വില എത്തിച്ചേർന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സ്പന്ദന സ്ഫൂർത്തി കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ക്രിസ് ഫിനാൻഷ്യലിനെ കമ്പനിയുമായിട്ട് ലയിപ്പിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. TCS ബിസിനസ്സുകളിലെ കൃത്രിമ ബുദ്ധി സ്കെയിലിൽ സ്വീകരിക്കുന്നതിനും വിന്യസിക്കുന്നതിനും സഹായിക്കുന്നതിനായിട്ട് ആന്ത്രോപ്പിക്കുമായി ആഗോള തന്ത്രപരമായ പങ്കാളിത്തത്തിൽ കമ്പനി ഏർപ്പെട്ടു. ദിവീസ് ലാബ് $30 per ഷെയർ നിലയിൽ കമ്പനിയുടെ ഡിവിഡൻഡിന്റെ റെക്കോർഡ് ഡേറ്റ് ജൂലൈ 24, 2026 അനൗൺസ്മെന്റ് വന്നു. L&T ടെക്നോളജി സർവീസസ് അസറ്റ് ഇന്റൻസീവ് സെക്ടേഴ്സിന്റെ വ്യാവസായിക AI പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായിട്ട് ഡാറ്റാബ്രിക്സുമായി ഒരു തന്ത്രപരമായ ഗോ ടു മാർക്കറ്റ് പങ്കാളിത്തത്തിൽ കമ്പനി ഏർപ്പെട്ടു. RBL ബാങ്ക് HDFC ബാങ്കിലെ പരിചയസമ്പന്നനായ ശ്രീ ബബീൻ ലക്വാത്തലയ ബാങ്കിന്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് സ്ഥാനമേൽക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ട്രെൻഡ് $6 per ഷെയർ നിലയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഫൈനൽ ഡിവിഡൻഡ് റിവൈസ് ചെയ്തുകൊണ്ട് $4 per ഷെയർ നിലയിലായിട്ട് പുനർപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് കമ്പനി. ഓറിയന്റ് ഇലക്ട്രിക് കമ്പനിയുടെ 10ാമത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ് ജൂലൈ 22, 2026 ചേരുമെന്നുള്ള പ്രഖ്യാപനം വന്നു. കൂടാതെ 75 പൈസ per ഷെയർ നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ജൂലൈ 10, 2026 ഡിവിഡൻഡിന്റെ റെക്കോർഡ് ഡേറ്റും. വാസ്കോൺ എഞ്ചിനീയേഴ്സ് ഗുവാഹത്തിയിൽ നിന്നും 347 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.